നമസ്കാരം. ധാരാളം സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ള 9th ചാപ്റ്ററാണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. അതിലെന്തൊക്കെയാണ് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുക എന്ന് നോക്കാം. നമ്മുടെ സിലബസിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും രാഷ്ട്രത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാം. സാധാരണ ഒരു ഗൈഡിൽ ഇതിൻ്റെ കണ്ടൻറ്റുകൾ കുറവായിരിക്കും. അപ്പോൾ ടെക്സ്റ്റിൽ 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റിൽ തന്നെ ഇതുള്ളപ്പോൾ നമുക്കത് തന്നെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കാം. ഇവിടെ കൊടുക്കുന്നത് പ്രധാനപ്പെട്ടൊരു പേരുണ്ട് ഇവിടെ, നിക്കോളോ മാക്കിവെല്ലി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആരാണ്? രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകനാണ് ആര്? നിക്കോളോ മാക്കിവെല്ലി ആരാണ്? രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകനാണ് നിക്കോളോ മാക്കിവെല്ലി. ഇനി എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണെന്ത്? രാഷ്ട്രം എന്ന് പറയുന്നത്. മൊത്തത്തിൽ അവിടെ ജനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എന്താണ്? ജനങ്ങൾ എന്താണ് എന്നൊരു നിർവചനമുണ്ട് ഇവിടെ. രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായൊരു ഘടകമാണ് ജനങ്ങൾ എന്ന് തന്നെ പറയാം. പരസ്പര ധാരണ, പരസ്പര ആശ്രയത്വം, പൊതു താല്പര്യം എന്നിങ്ങനെ അടിസ്ഥാനമാക്കിയാണ് ജനങ്ങൾ ഒത്തൊരുമയോട് പ്രവർത്തിക്കേണ്ടത്. ജനങ്ങളില്ല രാഷ്ട്രമില്ലെന്നാൽ ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയെന്നോ പരമാവധി എത്ര ജനങ്ങൾ ഉണ്ടാകണമെന്നോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അമിതമായ ജനസംഖ്യയും അതൊരു പോയിൻ്റാണ്. അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിന് ഗുണകരമല്ല. ഇത് രാഷ്ട്രത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ജനസംഖ്യ കുറവായ കാനഡ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മനുഷ്യവിഭവശേഷിയുടെ ലഭ്യത കുറവാണ് ഇതിന് കാരണം. അവിടെ ഒരു പോയിൻ്റ് ഉള്ളത്, കാനഡ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം എന്താണ്? ജനസംഖ്യ കുറവായതാണ് പ്രധാന കാരണം അല്ലേ. എന്നാൽ മനുഷ്യവിഭവശേഷി അതിൻ്റെ ലഭ്യത കുറവാണ് ഇതിന് കാരണം, ഇങ്ങനെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത്. എന്നാൽ അമിത ജനസംഖ്യ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമാകുന്നു. നമുക്ക് സാധാരണ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ പോലും ആ പോയിൻറ്റ്സ് നമുക്ക് കിട്ടാം. എന്നിരുന്നാൽ തന്നെയും അമിത ജനസംഖ്യ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമാകും എന്നുള്ളത് മെയിൻ പോയിൻ്റാണ്. ഇനി ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോ ഓരോ ഭാഷയും സംസ്കാരമോ ഉള്ളവരോ ആവണമെന്നില്ല. എന്നാൽ പൊതുവായ ദേശീയതയെ അടിസ്ഥാനമാക്കി ഒത്തൊരുമയോടെ ജീവിക്കുന്നവരായിരിക്കണം. ദേശീയത എന്താണെന്നും അതേത് രീതിയിൽ രാഷ്ട്രത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഭൂപ്രദേശം, ടെറിട്ടറിയാണ് അല്ലേ. രാഷ്ട്രത്തിന് എന്ത് വേണം? ടെറിട്ടറി ആവശ്യമുണ്ടല്ലേ. ഇനി ഒരു രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായൊരു ഘടകമാണ് ഭൂപ്രദേശം. രാഷ്ട്ര രൂപീകരണത്തിന് അത്യാവശ്യമായൊരു ഘടകമാണെന്ത്? ഭൂപ്രദേശം. ഇനി കൃത്യമായ അതിർത്തികളോട് കൂടിയൊരു ഭൂപ്രദേശം രാഷ്ട്രത്തിനുണ്ടായിരിക്കണം. ഇനി ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണവും ഉണ്ടായിരിക്കണം. ഇനി ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശ മേഖലയും കൂടി ചേർന്നതാണ്. അപ്പോൾ ഭൂപ്രദേശം എന്താണ്? രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ഭൂപ്രദേശം. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഭൂപ്രദേശം എന്നാൽ കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശ മേഖലയും കൂടി ചേർന്നതാണ്. ഇനി ഇവിടെയുള്ളൊരു മാപ്പാണ് കൊടുക്കുന്നത് അല്ലേ. ആക്ടസിൻ്റെ സഹായത്തോടെ നമുക്ക് രാജ്യങ്ങളെ കാണാം. വലിപ്പം കൂടിയ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ റഷ്യ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ്. നോക്കാം എന്താണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്താണെന്ന് നോക്കാം. സമുദ്ര സമീപമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ 22 കിലോമീറ്റർ കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കും. ഈ മേഖല ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. വാട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. സമുദ്ര സമീപമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് നമ്മുടെ കരയിൽ നിന്നും 22 കിലോമീറ്ററാണ് ഉദ്ദേശിക്കുക, കടലും ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി കാണും. ഈ മേഖലയാണെന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അനുമതിയില്ലാതെ ഈ മേഖലയിൽ പ്രവേശിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളും ബോട്ടുകളും തീരദേശ സേന പിടിച്ചെടുക്കാറുണ്ട്. അതായത് പോലീസ് സേന എന്ന് പറയത്തില്ല, അവർ പിടിച്ചെടുക്കാറുണ്ട്. അതാണെന്ത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര നോട്ടിക്കൽ മൈലാണെന്നുള്ളതാണ് നോക്കി വെക്കേണ്ടത്. എത്രയാണിത്? 12 നോട്ടിക്കൽ മൈലാണ് അല്ലേ.
നമ്മുടെ ഭൂപ്രദേശത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ കടൽ ഇരിക്കണം. അത്രയും ഭാഗമാണെന്ത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇതിന് കടന്നിട്ട് അകത്തേക്ക് നമ്മുടെ കരാതിർത്തിയിലേക്ക് ഈ പോയിൻറ്റും കടന്ന് കരാതിർത്തിയിലേക്ക് വരുന്ന കപ്പലുകൾ വരികയാണെങ്കിൽ നമ്മളതിനെ പിടിച്ചെടുക്കും. നമ്മുടെ സേന അതിനെ പിടിച്ചെടുക്കാറുണ്ട്. ഇനി വരുന്നത് എന്താണ് ഗവൺമെൻറ് ഗവൺമെൻറ് എന്നൊക്കെ ചോദിക്കാനുള്ളതാണ്. രാഷ്ട്രത്തിന് ആവശ്യമായൊരു ഘടകമാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. രാഷ്ട്രത്തിന് ആവശ്യമായ ഒരു ഘടകമാണെന്ന് ഗവൺമെൻറ് എന്ന് പറയും. ഇപ്പോൾ വോട്ടേഴ്സ് ഇലക്ഷൻ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇലക്ഷനാണ്, അത് കഴിഞ്ഞാണ് നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ വരുന്നത്. നോക്കാം. രാഷ്ട്രത്തിന് ആവശ്യമായ ഘടകമാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതും ഗവൺമെൻറ്റാണ്. രാഷ്ട്രത്തിന് വേണ്ടി ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന ചുമതലകൾ താഴെ കൊടുത്തു. ഇതൊക്കെയാണ് നോക്കാം. 1. ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പാക്കുക. ഇത് 3 എന്താണ്? ഗവൺമെൻറ് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ, ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന സേവനങ്ങളാണ് ഏതൊക്കെയാണിത്? ക്രമസമാധാനം ഉറപ്പുവരുത്തുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയൊക്കെയാണ്. അടുത്തത്, ഗവൺമെൻറ്റുകൾ നിർവഹിക്കുന്ന ഇത്തരം ചുമതലകളിലൂടെയാണ് രാഷ്ട്രം ജനങ്ങളിലേക്ക് എത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തതരം ഗവൺമെൻറ്റാണ് ഉള്ളത്. രാജ്യഭരണം, സൈനിക ഭരണം, ജനാധിപത്യ ഭരണം എന്നിങ്ങനെ വിവിധതരം ഗവൺമെൻറ് ഉണ്ട്. ഏതുതരം ഗവൺമെൻറ് ആയാലും രാഷ്ട്രങ്ങളിൽ എന്ത് വേണം? ഗവൺമെൻറ് ഉണ്ടാവുക തന്നെ വേണം. ഗവൺമെൻറ്റുകൾ കാലത്തിനനുസരിച്ച് മാറുന്നവയാണ്. എന്നാൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമാണ്. ഇനി നോക്കി, കേരളം ഒരു രാഷ്ട്രമല്ല. നോക്കുക, കൃത്യമായ ഭൂപ്രദേശവും ജനങ്ങളും ഗവൺമെൻറ്റും കേരളത്തിനുണ്ട്. എന്നാൽ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം ഇല്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ രാഷ്ട്രമായി കണക്കാക്കാൻ കഴിയില്ല. ഇനി എന്താണ് പരമാധികാരം? സോവറിജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാരം എന്താണ്? ഇനി നോക്കുക, ദേശീയ വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലും ഇന്ത്യ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളോ നിലപാടുകളോ ആണ് നോക്കുന്നത്. ഇവിടെ ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുള്ള പൂർണ്ണമായ അധികാരം രാഷ്ട്രത്തിനുണ്ട്. രാഷ്ട്രത്തിൻ്റെ ഈ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. എന്ത് മനസ്സിലായി? അതായത് ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കണം. മറ്റാരും തീരുമാനിക്കാതെ തന്നെ നമ്മുടെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ആർക്ക് വേണമായിരിക്കും? രാഷ്ട്രത്തിന് വേണം. ഈ അധികാരമാണെന്ത്? പരമാധികാരമെന്ന് പറയുക. രാഷ്ട്രത്തെ മറ്റു സ്ഥാപനങ്ങളിൽ വേർതിരിക്കുന്ന എന്താണ്? ഈ പരമാധികാരമാണ്. അപ്പോൾ അതൊരു പോയിന്റ് നോക്കാം. രാഷ്ട്രത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണ്? പരമാധികാരം അല്ലെങ്കിൽ സോവറിജിനിറ്റിയാണ്. ഓക്കെ അല്ലേ? രാഷ്ട്രത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണ്? പരമാധികാരമാണ് സോവറിജിനിറ്റിയാണ്. അത് പോയിന്റ് തന്നെയാണ് കേട്ടോ. ജനങ്ങളും ഭൂപ്രദേശങ്ങളും ഗവൺമെൻറ്റും ഉണ്ടായാലും രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയില്ല. പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ. അതും ചോദിക്കും, പ്രസ്താവനയൊക്കെ ചോദിക്കുക, ഇത് പോയിന്റ് ചോദിക്കുവാണ് അല്ലേ. പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ. പരമാധികാരം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരികയുള്ളൂ? രാഷ്ട്രം നിലവിൽ വരികയുള്ളൂ. രാഷ്ട്രത്തിൻ്റെ സമ്പൂർണ്ണവും അപരിമിതവും അവിഭാജ്യവുമായ അധികാരമാണിത്. പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും. പരമാധികാരത്തിന് പ്രധാനമായ 2 തലങ്ങളുണ്ട്. ഉണ്ടല്ലോ, അതൊക്കെയാണ്. ഒന്ന് ആഭ്യന്തര തലവും ബാഹ്യതലവും. പരമാധികാരം ഇപ്പോൾ മെയിൻ പോയിൻറ്റ്സ് ആണ് അല്ലേ പരമാധികാരം. ഇപ്പോൾ 2 തലം ഏതൊക്കെയാണ്? അതിൻ്റെ ആഭ്യന്തര തലമെന്നും അതുപോലെ എന്താണ് ബാഹ്യതലമെന്നും പറയില്ലേ. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പറയുക? ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള, അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ആർക്കുണ്ട്? രാഷ്ട്രത്തിനുണ്ട്. ഈ അധികാരമാണെന്ത്? പരമാധികാരം എന്ന് പറയും. പൂർണ്ണമായ അധികാരമാണെന്ത്? പരമാധികാരം അല്ലേ. അന്തർദേശീയ തലങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിലും ഓർത്തിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളും അന്തർദേശീയ കാര്യങ്ങളിലും പൂർണ്ണമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് അല്ലേ രാഷ്ട്രത്തിനുണ്ടാവണം. ആ അധികാരമാണെന്ത്? പരമാധികാരം. ഓക്കെ അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കിന് രാഷ്ട്രത്തെ മറ്റ് സ്ഥാപനങ്ങൾ വേർതിരിക്കുന്ന എന്താണ്? പരമാധികാരമാണ്. പിന്നെ മെയിൻ പോയിന്റ് പറഞ്ഞ എന്താണ്? പരമാധികാരം ഇല്ലാണ്ടായാൽ അല്ലേ, വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടും അല്ലേ. രാഷ്ട്രത്തിന് സമ്പൂർണ്ണവും അപരിമിതവും അവിഭാജ്യവുമായ അധികാരമാണിത് പരമാധികാരം എന്ന് പറയാം.
രണ്ട് സെക്ഷനുണ്ട് അല്ലേ, രണ്ട് വിഭാഗമുണ്ട്. അതൊക്കെ ഒന്ന് ആഭ്യന്തരതലം ഒന്നും ബാഹ്യതലം എന്നും പറയും പരമാധികാരം. അപ്പോൾ ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ആഭ്യന്തരതലം. ഒരു പ്രത്യേക കരയ്ക്കുള്ളിൽ അല്ലേ, ആ ഭൂപ്രദേശത്തിനുള്ളിൽ ആ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും പോയി തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ആഭ്യന്തരതലം. ഇനിയും ബാഹ്യതലം എന്താണ്? അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരം. അന്തർദേശം എന്ന് വെച്ചാൽ ദേശാന്തരമാണത് അല്ലേ, ദേശം കഴിഞ്ഞ് അടുത്ത ദേശങ്ങളിലേക്കാണ്. അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമാണെന്ത്? ബാഹ്യതലം. അപ്പോൾ പരമാധികാരം ആഭ്യന്തരതലവും ഉണ്ട്, ഭൂപ്രദേശത്തിനകത്തുമുണ്ട്. പുറത്തുള്ളത് ബാഹ്യമാണ്, അകത്തുള്ളത് ആഭ്യന്തരം എന്ന് ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ രണ്ടും ഉണ്ട്. രണ്ടും ആണെന്തിൻ്റെ? പരമാധികാരത്തിൻ്റെ സോവർജിനിറ്റിയുടെ രണ്ട് വിഭാഗങ്ങൾ അതൊക്കെയാണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് വന്നെന്താണ്? ദക്ഷിണ സുഡാൻ എന്ന് പറയും. സുഡാൻ വിഭജിച്ച് 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാര വിഭജനം പുതിയ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് നയിക്കുന്നതിന് ഏറ്റവും ഉദാഹരണമാണെന്ത്? ഐക്യരാഷ്ട്രസഭയിൽ 193 അല്ലേ, 193 ആണ് അന്ന് അംഗരാജ്യമായി ദക്ഷിണ സുഡാൻ. ഇപ്പോൾ അതൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. 193 ആണ് ദക്ഷിണ സുഡാനെങ്കിലും അടുത്ത രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നു പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാര വിഭജനം പുതിയ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് മാറുന്നു. ഉദാഹരണമാണ് ആര്? ദക്ഷിണ സുഡാനിൻ്റെ രൂപീകരണം. 193 ആണ് ഇവിടെ അംഗരാജ്യങ്ങളിലെ സ്ഥാനം. ഇനിയുള്ള എന്താ രാഷ്ട്ര ചുമതല എന്തൊക്കെയാണ്? ഇനി രാഷ്ട്രത്തിൻ്റെ ചുമതല സംബന്ധിച്ച പ്രമുഖ ശാസ്ത്രജ്ഞ ചിന്തകനായ ജെർമി ബെന്താം, അദ്ദേഹത്തെ ഓർത്തിരിക്കുക. ആരാണ്? ജെർമി ബെന്താം. ജെർമി ബെന്താമിൻ്റെ കാഴ്ചപ്പാടാണ് മുകളിൽ പറഞ്ഞേക്കുന്നത്. ജെർമി ബെന്താമാണ്. അപ്പോൾ ആരാണ്? രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പാശ്ചാത്യ ചിന്തകനാണ് ആര്? ജെർമി ബെന്താം. രാഷ്ട്രത്തിനെക്കുറിച്ച് പറഞ്ഞ ഒരു പാശ്ചാത്യ ചിന്തകനാണ് ആര്? ജെർമി ബെന്താം എന്ന് പറഞ്ഞത് അല്ലേ. ഇനി ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഉണ്ടല്ലേ, അതുവരൊക്കെ എന്ത് പറഞ്ഞു? രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് എന്തിൻ്റെ ചുമതല? രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെയാണ്. ഇനി നോക്കുക, അടുത്തത് എന്താണെന്ന് നോക്കാം. ഉണ്ടല്ലേ, രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ജെർമി ബെന്താമിൻ്റെ വാക്കുകളാണ്. ഇത് കോട്ടിങ്സുകൾ ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണെന്ന് പറഞ്ഞ ആരാണ്? ജെർമി ബെന്താമാണ്. ഇനി ക്ഷേമരാഷ്ട്രം എന്ന ആശയം നിലവിൽ വന്നതോടെ ചുമതലകളും ഗണ്യം വർദ്ധിച്ചു. രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ സൂചിപ്പിക്കുന്ന ചാർട്ട് നിരീക്ഷിക്കുക. രാഷ്ട്രം എല്ലാ കാലത്തും അല്ലേ എന്തൊക്കെ ചുമതല രാഷ്ട്രത്തിനുണ്ടെന്ന് നോക്കാം. നിർബന്ധിത ചുമതലകളുമുണ്ട്, വിവേചനപരമായ ചുമതലകളുമുണ്ട് അല്ലേ. ഒന്ന് അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അതുപോലെ അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. ഇതൊക്കെ എന്താണ്? നിർബന്ധിതമായ ചുമതലകളാണ്. അതിർത്തി, ആഭ്യന്തരം, അവകാശം, നീതി. അതിർത്തി, ആഭ്യന്തരം, അവകാശം, നീതി. ഇതെല്ലാം എന്താണ് പറയുക? നിർബന്ധിത ചുമതലകളാണ്. ആരുടെയാണ്? രാഷ്ട്രത്തിൻ്റെയാണ്. ഇനി വിവേചനപരമായ ചുമതല അല്ലേ, വിവേകത്തോട് ചെയ്യേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക, ഗതാഗത സൗകര്യം ഒരുക്കുക. ഇതെല്ലാം എന്താണ്? വിവേചനപരമായ ചുമതലയാണ്. ശരിക്കും നിർബന്ധപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിർത്തിയെ സംരക്ഷിക്കണം, ആഭ്യന്തര കാര്യങ്ങൾ സമാധാനം ഉണ്ടാക്കണം, അവകാശങ്ങളുടെ സംരക്ഷണം കൊടുക്കണം, നീതികൾ നടപ്പാക്കണം. ഇതെല്ലാം എന്താണ്? നിർബന്ധപൂർവ്വം രാഷ്ട്രം ചെയ്യേണ്ട ചുമതലയാണ്. അല്ലെങ്കിൽ വിവേചനപൂർവ്വം അല്ലെങ്കിൽ വിവേകപൂർവ്വം അത് വേണോ വേണ്ടോ തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതും ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നതും ഗതാഗത സൗകര്യം ഒരുക്കുന്നത് എന്താണ്? വിവേചനപൂർവ്വം ഉണ്ടാകേണ്ടതാണ്. രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായും നിർവഹിക്കേണ്ട ചുമതലകളാണ് നിർബന്ധിത ചുമതലകൾ അല്ലേ. നിർബന്ധമായും വഹിക്കേണ്ടവയാണെന്താ? നിർബന്ധിത ചുമതലകൾ. നിർബന്ധിത ചുമതലകൾ നിർവഹിക്കുന്നതെന്നും രാഷ്ട്രത്തിൽ മാറി നിൽക്കുന്നത് സാധ്യമല്ല. ഇനി അടുത്തത് നിർബന്ധ ചുമതലയിൽ നിന്നും വിവേചനത്തിൻ്റെ ഉള്ള വ്യത്യാസം എന്താണ്? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായ ചുമതല അല്ലേ. വിവേകപൂർവ്വം അത് വേണോ വേണ്ടോ തീരുമാനിക്കണം. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക? സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടല്ലേ. സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് നിർവഹിക്കേണ്ട ചുമതല ഏതാണ്? വിവേചനപരമായ ചുമതലയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി ഇത്തരം ചുമതലകളുടെ നിർവഹണം ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യം സാധ്യമാക്കും. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ നാം ക്ഷേമരാഷ്ട്രമെന്ന് വിളിക്കുന്നു. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ നമ്മൾ എന്താ വിളിക്കുക? ക്ഷേമരാഷ്ട്രം. പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ വിളിക്കുന്ന പേരെന്താണ്? ക്ഷേമരാഷ്ട്രമെന്നും വിളിക്കുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ വിവേചനപരമായ ചുമതലകളുടെ പരിധി നിർണ്ണയിക്കാൻ സാധ്യമല്ല. സാങ്കേതിക വിദ്യന് കൂടുതൽ
പ്രയോജനം ചെയ്യുന്നതാണ്. ഇനിയുള്ള എന്താണ് രാഷ്ട്രരൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. എന്താണ്? ഒന്ന്, ദൈവദത്ത സിദ്ധാന്തം. രാഷ്ട്രം ദൈവസൃഷ്ടിയാണ്, രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ദൈവത്തോട് മാത്രം രാജാവിന് കടപ്പാടുള്ളൂ എന്നാണ് ഇത് പറയുക, ദൈവദത്ത സിദ്ധാന്തം പറയുക. അടുത്ത് എന്താ പറയുന്നത്? പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ടു. അടുത്തെന്താ? സാമൂഹിക ഉടമ്പടി സിദ്ധാന്തമുണ്ട്. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. ഇനി വേറെ എന്താ പറയുക? ശക്തി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇത്രയും ശരിക്കും എന്താ പറയുക? രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ് അല്ലെ, ഉണ്ടായിട്ട് സിദ്ധാന്തങ്ങൾ. ഏതൊക്കെയാണ് പറയുക? ദൈവദത്ത സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം അല്ലേ. അങ്ങനെ നാലെണ്ണം ഉണ്ടല്ലേ. ദൈവദത്തം, പരിണാമം, സാമൂഹികം, ശക്തി സിദ്ധാന്തം. ആ പേര് നമുക്ക് വായിച്ചൊന്ന് കണക്ഷൻ ഇട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നവയാണ്. ഇതിൽ ഏറ്റവും സ്വീകാര്യമായി എന്തായിരുന്നു? പരിണാമ സിദ്ധാന്തമായിരുന്നു. സ്വീകാര്യം ഏതായിരുന്നു? പരിണാമ സിദ്ധാന്തം ആയിരുന്നു. വിവിധ സാഹചര്യങ്ങളുടെ സ്വാധീനഫലമായി രാഷ്ട്രം രൂപം കൊള്ളുകയും വിവിധ വികാസ പരിണാമങ്ങളുടെ ഇന്നത്തെ രീതിയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഇനി ഗോത്രം, ഗോത്രഭരണം എന്നിവയിൽ തുടങ്ങി നഗരരാഷ്ട്രം, സാമ്രാജ്യ രാഷ്ട്രങ്ങൾ, ഫ്യൂഡൽ രാഷ്ട്രം എന്നിങ്ങനെ രാഷ്ട്രം നിലനിന്നു വന്നു. ആദ്യ കാലഘട്ടത്തിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഗോത്രമെന്നും ഗോത്രഭരണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥകൾ എന്താ പറയുക? നഗരരാഷ്ട്രമെന്നും സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളെന്നും ഫ്യൂഡൽ രാഷ്ട്രമെന്നും ഇങ്ങനെ പല രൂപത്തിലാണ് രാഷ്ട്രം നിലനിൽക്കുന്നത്. ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ ദേശരാഷ്ട്രം, നാഷണൽ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുക അല്ലേ. അങ്ങനെ പൊതുവായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതുകൊണ്ടാണ് ഇവയെ ദേശരാഷ്ട്രമെന്ന് അറിയപ്പെടുക. രാഷ്ട്രവും പൗരനും എന്താണ് അല്ലേ? പാസ്പോർട്ട്, ജനറൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എന്ത് കാണുന്നുണ്ട്? ദേശീയത നമുക്ക് രേഖപ്പെടുത്താറുണ്ട്. നാഷണാലിറ്റി എന്ന് എഴുതാറില്ല, അതാണ് പറയുക. എന്താണ് പൗരത്വം? അതിനെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്, രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരനെന്ന് വിളിക്കാം. ഇത് പറഞ്ഞാൽ അരിസ്റ്റോട്ടിലാണിത് പറഞ്ഞേക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരനെന്ന് വിളിക്കാം. ഇത് പറഞ്ഞ ആരാണ്? അരിസ്റ്റോട്ടിലാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ അവകാശങ്ങൾ ഇനി എന്തൊക്കെയാണ് അല്ലേ? അവകാശങ്ങൾ എന്താണ് അല്ലേ? അവകാശങ്ങൾ എന്ന് പറയാൻ പൗരൻ്റെ അവകാശങ്ങൾ അല്ലെ കടമകൾ, രാഷ്ട്രം അതങ്ങനെ കിടക്കുകയാണ് അല്ലേ. ഇനി എന്താണ് പൗരത്വം? ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണെന്ത്? പൗരത്വം. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തരാക്കുന്നു അല്ലേ. പൗരത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നതാണ് പൗരത്വം എന്ന് പറഞ്ഞാൽ. രാഷ്ട്രവും പൗരനും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. ഇത് നോക്കാം. എന്താണ് രാഷ്ട്രീയ അവകാശങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ? വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം തുടങ്ങിയവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. വോട്ട് ചെയ്യാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കുവാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ നിർവഹിക്കുവാനുള്ള അവകാശം തുടങ്ങിയവയാണ് എന്ത്? രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി എന്താ പറയുക? രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ തന്നെ പൗരന് രാഷ്ട്രത്തോട് കടമകൾ ഉണ്ടെന്നും വ്യക്തമാക്കുന്നു അല്ലേ. രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ പൗരന് എന്തുണ്ട്? രാഷ്ട്രത്തോട് ചില കടമകളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നോക്കിക്കുക, നെക്സ്റ്റ് പോയിന്റ്, ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്ന അതോടെയാണ് പൗരത്വം എന്ന ആശയത്തിന് പ്രാധാന്യം ലഭിച്ചത്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയും പൗരൻ്റെ പങ്കാളിത്തമൊക്കെ ഏകദേശം ഒരുപോലെ പോകുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ലാറി ബെക്കർ എന്ന് പറഞ്ഞ ആരാണ്? 1917 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ ജനിച്ചു. 1945 ലെപ്രസി മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിലെത്തി. ലാറി ബെക്കറാണ് കേട്ടോ. ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. കേരളത്തിൽ ചെലവ് കുറഞ്ഞ, ഇതാണ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചെലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. കേരളത്തിൽ ചെലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നു. മനസ്സിലായി? 2 പോയിൻറ്റും ഉള്ളതാണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. 1989 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ലാറി ബെക്കർ 2007 അന്തരിച്ചു. ആർജിത പൗരത്വത്തിലൂടെ ലാറി ബെക്കർ ഇന്ത്യൻ പൗരനായി മാറിയ ആളുമാണ്. നെക്സ്റ്റ് വരുന്നത് പൗരത്വം എങ്ങനെയെല്ലാമാണ്
അല്ലേ? 2 തരം പൗരത്വമുണ്ട്. നോക്കുക ഏതൊക്കെയാണ്. ഒന്ന് സ്വാഭാവികമായ പൗരത്വമുണ്ട്, അടുത്തത് ആർജിത പൗരത്വമുണ്ട്, നേടിയെടുക്കുന്ന പൗരത്വമുണ്ട്. 2 തരം പൗരത്വം ഏതൊക്കെയാണ്? ഒന്ന് സ്വാഭാവികമായ പൗരത്വമുണ്ട്, അടുത്ത എന്താണ്? ആർജിത പൗരത്വമുണ്ട്. ജന്മനാൽ ലഭിക്കുന്ന പൗരത്വമാണെന്ത്? സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. പൗരത്വ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകളുണ്ടെങ്കിൽ മാത്രമേ പൗരത്വം നേടിയെടുക്കാൻ കഴിയുള്ളൂ. രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലേ പറയുന്നത്, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളാണ് നമ്മൾ പഠിച്ചില്ലേ. ഇനി രാഷ്ട്രം, ഗവൺമെൻറ് എന്നിവയെക്കുറിച്ചുള്ള പഠനം പുരാതന കാലം മുതൽക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കാം. ഇവിടെ പുരാതന ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെക്കുറിച്ചുമുള്ള പഠനമാണത് രാഷ്ട്രതന്ത്രശാസ്ത്രം. ഇനി ഇവിടെ ഉള്ളത് തൻ്റെ കൃതിക്ക് രാഷ്ട്രീയ വിശകലനം. ഇവിടെ നോക്കൂ, ഗവൺമെൻറ് എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. അതുപോട്ടെ, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തൻ്റെ കൃതിക്ക്, അത് അരിസ്റ്റോട്ടിലിൻ്റെ കൃതിക്ക് അരിസ്റ്റോട്ടിൽ എന്ത് കൊടുത്തു? പൊളിറ്റിക്സ് എന്ന പേര് നൽകി. രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വിശകലനം ചെയ്ത ആദ്യ കൃതിയാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരെന്താണ്? പൊളിറ്റിക്സ് എന്നാണ് അല്ലേ. പൊളിറ്റിക്സ് എന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ കൃതിയുടെ പേര്. അതെന്താണ് പറയുക? രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണെന്ത്? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് അല്ലേ. കൃതിയുടെ പേരാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ പറയുന്ന പേരെന്തായിരിക്കണം അദ്ദേഹത്തിന്? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കെങ്കിലും ടെക്സ്റ്റിൽ കാണുമ്പോൾ ഒന്നുകൂടി ഒരു ബോധം നമുക്കുണ്ടാവും. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അപ്പോൾ അരിസ്റ്റോട്ടിലാണ്. പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. ആരുടെ? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇനി സോക്രട്ടീസ്, പ്ലേറ്റോ ഇല്ലേ തുടങ്ങിയവരും എന്തുണ്ട്? ഈ രാഷ്ട്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നോക്കിക്കൊള്ളുക, ഇതിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ. പൊളിറ്റിക്സ് അപ്പോൾ എന്താണ്? അദ്ദേഹം, അതായത് അരിസ്റ്റോട്ടിൽ രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ആദ്യത്തെ കൃതി ഏതാണ്? അരിസ്റ്റോട്ടിലിൻ്റെ ഏതാണ്? പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് അപ്പോൾ നന്നായിട്ട് ഓർത്തിരിക്കുക അല്ലേ. ഇനി അദ്ദേഹത്തിന് എന്താ പറയുക? അരിസ്റ്റോട്ടിൽ എന്താ പറയുക? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും കൂടിയാണ് പറയുക. പൊളിറ്റിക്സ് എന്ന് പറയുന്ന കൃതിയുണ്ട്. അതിലെന്താ പറയുന്നത്? രാഷ്ട്രത്തെക്കുറിച്ച് സമഗ്രമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ഇത് ആരുടെയാണ്? അരിസ്റ്റോട്ടലിൻ്റെയാണ്. അദ്ദേഹം ആ രാഷ്ട്രശാസ്ത്രത്തിൻ്റെ പിതാവും കൂടിയാണ്. പിതാവാണ്, പൊളിറ്റിക്സും ഉണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക. പിതാവും പൊളിറ്റിക്സും എവിടെയുണ്ട്? അരിസ്റ്റോട്ടിൽ കാണപ്പെടുന്നു. ഇനി നോക്കുക, നഗരരാഷ്ട്രം എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളീസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത് അല്ലേ. ഈ രാഷ്ട്രതന്ത്ര പഠനം എന്തിനാണ്? അവരുടെ വേറൊരാളുടെ കോട്ടിങ്സ് ഉണ്ട് ഇവിടെ. നോക്കിക്കോളൂ, ആരുടെയാണ്? പ്ലേറ്റോയുടെ അല്ലേ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. പ്ലേറ്റോ പറഞ്ഞ കാര്യമാണ് അല്ലേ. പ്ലേറ്റോയ്ക്കും പറഞ്ഞ ഈ കാഴ്ചപ്പാടിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ സമൂഹമൊക്കെ വരുന്നുണ്ട് അല്ലേ. നോക്കാം, രാഷ്ട്രം അല്ലേ, അതിൻ്റെ ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരം, അതെല്ലാം അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ചാപ്റ്ററിൽ ഏകദേശമുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് കഴിഞ്ഞു. ഇവിടെ പ്ലേറ്റോയെക്കുറിച്ച് നമുക്ക് അവസാനം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു ഏകദേശം ഉണ്ടല്ലേ. താങ്ക് യു.